Calculate the angles of the quadrilateral in the picture and also the angles between their diagonals. ഇവിടെ ആംഗിൾ ഡി ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി സി എ എന്ന് എഴുതാം. കാരണം ഈ രണ്ട് ആംഗിൾസും കോഡ് എ ഡി സർക്കിളിൻ്റെ ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. സോ ആംഗിൾ ഡി ബി എ ഈസ് ഓൾസോ 30 ഡിഗ്രി. ആംഗിൾ ഡി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി എന്ന് എഴുതാം. കാരണം ഈ രണ്ട് ആംഗിൾസും കോഡ് ഡി സി ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. സോ ആംഗിൾ ഡി എ സി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി എന്ന് എഴുതാം. കാരണം ഈ രണ്ട് ആംഗിൾസും കോഡ് ബി സി സർക്കിളിൻ്റെ ലാർജർ പാർട്ടിലേക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. സോ ആംഗിൾ ബി എ സി ഈസ് ഓൾസോ 50 ഡിഗ്രി. So angle A is equal to angle DAC plus angle BAC, that is 45 degree plus 50 degree, that is 95 degree. Angle B is equal to angle DBA plus angle DBC, that is 30 degree plus 45 degree, that is 75 degree. നമുക്ക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി നോക്കാം. ഇവിടെ എയും ബിയും സിയും ഡിയും ഒക്കെ സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. സോ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ 95 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. സോ 95 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 മൈനസ് 95, ദാറ്റ് ഈസ് 85 ഡിഗ്രി. അതേപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ആംഗിൾ ബി 75 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു. So 75 degree plus angle D is equal to 180 degree. Angle D is equal to 180 minus 75 degree, that is 105 degree. So angles of quadrilateral ABCD are angle A is equal to 95 degree, angle B is equal to 75 degree, angle C is equal to 85 degree, angle D is equal to 105 degree. ക്വസ്റ്റ്യനിൽ ആംഗിൾസ് ബിറ്റ്വീൻ ഡയഗണൽസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ട്രയാങ്കിൾ ഡി എം സി ഒന്ന് നോക്കാം. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. സോ ഇൻ ട്രയാങ്കിൾ ഡി എം സി, ആംഗിൾ ഡി എം സി പ്ലസ് ആംഗിൾ എം സി ഡി പ്ലസ് ആംഗിൾ സി ഡി എം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ഡി എം സി പ്ലസ് 30 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി എം സി പ്ലസ് 80 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി എം സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 80, ദാറ്റ് ഈസ് 100 ഡിഗ്രി. അങ്ങനെ നമുക്ക് ഡയഗണൽസ് തമ്മിലുള്ള ഒരു ആംഗിൾ ഡി എം സി കിട്ടി. ആംഗിൾ എ എം ബി ഈസ് ഇക്വൽ ടു ആംഗിൾ ഡി എം സി എന്ന് എഴുതാം. കാരണം ഇവ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ആംഗിൾ എ എം ബി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ആംഗിൾ എ എം ബി പ്ലസ് ആംഗിൾ ബി എം സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം ആംഗിൾ എ എം ബി ആൻഡ് ആംഗിൾ ബി എം സി ആർ ലീനിയർ പെയർസ്. ദാറ്റ് ഈസ് 100 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി എം സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. Angle BMC is equal to 180 minus 100, that is 80 degree. Angle AMB is equal to angle BMC എന്ന് എഴുതാം. കാരണം നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ആംഗിൾ AMD is also 80 degree. So angles between diagonals are angle DMC is equal to 100 degree, angle AMB is equal to 100 degree, angle BMC is equal to 80 degree, angle AMD is equal to 80 degree. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി വരയ്ക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ഔട്ടർ ആംഗിൾ വരയ്ക്കാം. ഞാനിവിടെ എ ബി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബിയിൽ ഒരു ഔട്ടർ ആംഗിൾ വരച്ചിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത പോയിൻറ്റിന് നമുക്ക് ഇ എന്നും കൊടുക്കാം. ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്നാണ്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. കാരണം അതിൻ്റെ വെർട്ടിസസ് എല്ലാം സർക്കിളിലെ പോയിൻറ്റ്സ് ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. സോ നമുക്ക് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ബി എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ആംഗിൾ സി ബി എ പ്ലസ് ആംഗിൾ സി ബി എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം ഇവ ലീനിയർ പെയർസ് ആണ്. സോ ആംഗിൾ സി ബി എ ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ സി ബി ഇ എന്ന് എഴുതാം. ഇനി ആംഗിൾ സി ബി എയുടെ വാല്യൂ
നമുക്ക് ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ആംഗിൾ ഡി പ്ലസ് 180 മൈനസ് ആംഗിൾ സി ബി ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ഡി മൈനസ് ആംഗിൾ സി ബി ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് 180 ദാറ്റ് ഈസ് 0. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ആംഗിൾ സി ബി ഇ എന്ന് പറയുന്നത് ബിയിലെ ഔട്ടർ ആംഗിളും ആംഗിൾ ഡി എന്ന് പറയുന്നത് ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിളും ആണ്. Hence, we proved outer angle of cyclic quadrilateral is equal to the inner angle at the opposite vertex. Prove that a parallelogram which is not a rectangle is not cyclic. അതായത് റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലലോഗ്രാം സൈക്ലിക് ആവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരു പാരലലോഗ്രാം എ ബി സി ഡി വരയ്ക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമായ ക്വാഡ്രിലാറ്ററലിനെയാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് എഴുതാം. റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലലോഗ്രാമും സൈക്ലിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ പാരലലോഗ്രാം എ ബി സി ഡി സൈക്ലിക് ആവണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആയിരിക്കണം. അതായത് പാരലലോഗ്രാം എ ബി സി ഡി വിൽ ബി സൈക്ലിക് ഓൺലി ഇഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്കിവിടെ ആംഗിൾ ഡിക്ക് പകരം ആംഗിൾ എ എന്ന് കൊടുക്കാം. സോ parallelogram ABCD will be cyclic only if angle A plus angle A is equal to 180 degree. That is, parallelogram ABCD will be cyclic only if 2 angle A is equal to 180 degree. That is, parallelogram ABCD will be cyclic only if angle A is equal to 180 by 2, that is 90 degree. If angle A is equal to 90 degree, angle D is equal to angle A, that is also 90 degree. ഇതേപോലെ പാരലലോഗ്രാം എ ബി സി ഡിയിലെ മറ്റ് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ബിയും ആംഗിൾ സിയും. സോ ഈ രണ്ട് ആംഗിൾസും കൂടി സപ്ലിമെൻ്ററി ആയാലേ പാരലലോഗ്രാം എ ബി സി ഡി സൈക്ലിക് ആവുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് പാരലലോഗ്രാം എ ബി സി ഡി വിൽ ബി സൈക്ലിക് ഓൺലി ഇഫ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഇക്വൽ ടു ആംഗിൾ സി ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. സോ നമുക്ക് ആംഗിൾ സിക്ക് പകരം ആംഗിൾ ബി എന്ന് കൊടുക്കാം. So, parallelogram ABCD will be cyclic only if angle B plus angle B is equal to 180 degree. That is, parallelogram ABCD will be cyclic only if 2 angle B is equal to 180 degree. That is, parallelogram ABCD will be cyclic only if angle B is equal to 180 by 2, that is equal to 90 degree. If angle B is equal to 90 degree, angle C is equal to angle B is also 90 degree. So, we can write parallelogram ABCD will be cyclic only if angle A is equal to 90 degree, angle D is equal to 90 degree, angle B is equal to 90 degree and angle C is equal to 90 degree. So, parallelogram ABCD will be cyclic only if it is a rectangle. Prove that any non-isosceles trapezium is not cyclic. അതായത് ഐസോസ്ലെസ് അല്ലാത്ത ട്രപ്പീസിയം ഒക്കെ സൈക്ലിക് ആവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. രണ്ട് സൈഡ്സ് പാരലലായ ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. രണ്ട് സൈഡ്സ് പാരലലും മറ്റേ രണ്ട് സൈഡ്സും ഈക്വലുമായ ക്വാഡ്രിലാറ്ററലിനെയാണ് ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന് 2 pairs ഓഫ് ഈക്വൽ ബേസ് ആംഗിൾസ് ഉണ്ടാകും. അതായത് ഈ ബേസിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അതേപോലെ മറ്റേ ബേസിലെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ആൻസറിലേക്ക് കടക്കാം. ഐസോസ്ലെസ് അല്ലാത്ത ട്രപ്പീസിയം ഒക്കെ സൈക്ലിക് ആവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ട്രപ്പീസിയം എ ബി ഡി സി വരയ്ക്കാം. ഏതെങ്കിലും രണ്ട് സൈഡ്സ് പാരലലായ ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുക. സോ നമുക്ക് ഈ ട്രപ്പീസിയത്തിൽ എ ബിയും സി ഡിയും പാരലലായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. സോ ആംഗിൾ സി പ്ലസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം ആംഗിൾ സി ആൻഡ് ആംഗിൾ എ ആർ കോഇൻറ്റീരിയർ ആംഗിൾസ് ഫോംഡ് വെൻ ലൈൻ എ സി കട്ട് പാരലൽ ലൈൻസ് എ ബി ആൻഡ് സി ഡി. സോ ഇതിൽ നിന്നും ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ സി എന്ന് എഴുതാം. അതേപോലെ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ എ എന്നും എഴുതാം. ട്രപ്പീസിയം എ ബി ഡി സി സൈക്ലിക് ആവണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കണം.
That is, trapezium ABDC will be cyclic only if angle A plus angle D is equal to 180 degree. Angle A is equal to 180 minus angle C ആണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. So we can write trapezium ABDC will be cyclic only if 180 minus angle C plus angle D is equal to 180 degree. That is, trapezium ABDC will be cyclic only if angle D is equal to 180 minus 180 plus angle C. That is, trapezium ABDC will be cyclic only if angle D is equal to angle C. അതേപോലെ ട്രപ്പീസിയം എ ബി ഡി സിയിലെ മറ്റ് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും. സോ ആംഗിൾ സിയും ആംഗിൾ ബിയും കൂടി സപ്ലിമെൻ്ററി ആയാൽ ട്രപ്പീസിയം എ ബി ഡി സി സൈക്ലിക് ആവുള്ളൂ. സോ വി ക്യാൻ റൈറ്റ് ട്രപ്പീസിയം എ ബി ഡി സി വിൽ ബി സൈക്ലിക് ഓൺലി ഇഫ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ സിക്ക് പകരം നമുക്ക് 180 മൈനസ് ആംഗിൾ എ എന്ന് എഴുതാം. So, trapezium ABDC will be cyclic only if 180 minus angle A plus angle B is equal to 180 degree. That is, trapezium ABDC will be cyclic only if angle B is equal to 180 minus 180 plus angle A. That is, trapezium ABDC will be cyclic only if angle B is equal to angle A. So, we can write trapezium ABDC will be cyclic only if angle B is equal to angle A and angle D is equal to angle C. That is, trapezium ABDC will be cyclic only if it has two pair of equal base angles. ട്രപ്പീസിയത്തിലെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ ട്രപ്പീസിയത്തെ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയാം. സോ ട്രപ്പീസിയം ABDC will be cyclic only if it is a isosceles trapezium.